നമസ്കാരം. റെഗുലർ മ്യൂസിക് ഡെമോ അല്ല, നമ്മുടെ മ്യൂസിക് സിസ്റ്റത്തിന്റെ ഒരു വോക്ക് ത്രൂ ആണ്. ഓരോ എക്യുപ്മെന്റ്സ് ഏതൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്, ഏതൊക്കെയാണ് ബ്രാൻഡ്, മോഡൽ നെയിം എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാം. അത്ര ഡീറ്റെയിൽ ആയിട്ട് ഓരോ എക്യുപ്മെന്റ്സിന്റെയും ഡീറ്റെയിൽസിലോട്ട് പോകുന്നില്ല. ഏതെങ്കിലും എക്യുപ്മെന്റ്സിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വേണമെങ്കിൽ കമന്റിൽ പറഞ്ഞാൽ മതി, ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്തേക്കാം. അപ്പോൾ ബേസിക്കലി ഇതൊരു സ്റ്റീരിയോ സിസ്റ്റം ആണ്. മറ്റു സിസ്റ്റമായിട്ടുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഇന്റഗ്രേറ്റഡ് സിസ്റ്റം അല്ല. ഓരോ സെക്ഷനും ഡിഫറെന്റ് കമ്പോണൻസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ സ്ട്രീമർ, പ്രീ ആംപ്ലിഫയർ, പവർ ആംപ്ലിഫയർ, ഇതെല്ലാം സെപ്പറേറ്റ് ഡിവൈസസ് ആണ്. ഒരു ഇന്റഗ്രേറ്റഡ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഒരു ഓൾ ഇൻ വൺ യൂണിറ്റ് ആയിരിക്കും. വൺ ഡിവൈസിനകത്ത് ഈ പറയുന്ന എല്ലാ കമ്പോണൻസും കാണും. ഇതിൽ എല്ലാ ഡിവൈസും ഇന്ത്യയിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് ഓൺലൈനിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് പ്രൈസും ഡീറ്റെയിൽസ് എല്ലാം കിട്ടും. അത് ഞാൻ പലരോടും കമന്റിൽ പറഞ്ഞായിരുന്നു. ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി, പ്രൈസ് ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇവിടെ 3 കമ്പോണൻസ് ആണ് ഞാൻ മെയിൻലി യൂസ് ചെയ്യുന്നത്. ഇതാണ് എൻ്റെ സ്ട്രീമർ. ഡിവൈസിനകത്താണ് പ്ലേ ബാക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ കണ്ടന്റ് സ്ട്രീം ചെയ്യുന്നത് ഈ ഡിവൈസിൽ നിന്നാണ്. ഒരുവിധം എല്ലാ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോംസ് ഇതിനകത്ത് സപ്പോർട്ടഡ് ആണ്. ആമസോൺ മ്യൂസിക്, സ്പോട്ടിഫൈ എല്ലാം ഇതിനകത്തുണ്ട്. ഞാൻ സ്ട്രീം ചെയ്യാൻ യൂസ് ചെയ്യുന്നത് കോബസ് ആണ്. കോബസ് മറ്റ് പ്ലാറ്റ്ഫോമിനായിട്ടുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ മെയിൻലി ലോസ്ലെസ് ഫ്ലാഗ് ഫോർമാറ്റ്സ് സ്ട്രീം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഇന്ത്യയിൽ സ്പോട്ടിഫൈ ആയാലും ആമസോൺ മ്യൂസിക് ആയാലും ഒന്നും ലോസ്ലെസ് സ്ട്രീമിംഗ് സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് കോബസ് യൂസ് ചെയ്യുന്നത്. പലരും എന്നോട് ചോദിച്ചിരുന്നു, അതുകൊണ്ടാണ് അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. അപ്പോൾ ഇതാണ് സ്ട്രീമർ. നമ്മുടെ എവർസോളോയുടെ DMP A10 എന്ന് പറഞ്ഞ മോഡലാണ്. ഇത് എവർസോളോയുടെ ഫ്ലാഗ്ഷിപ്പ് മോഡലാണ്. ഇപ്പോൾ റീസെന്റ് റിലീസ് ചെയ്തിട്ടുള്ള ഒരു മോഡലാണ്. ഇത് ജസ്റ്റ് മ്യൂസിക് സ്ട്രീമർ മാത്രമല്ല, ഇതിനകത്ത് തന്നെ ഒരു ഡിജിറ്റൽ ഓഡിയോ പ്ലെയർ, DAC, പ്രീ ആംപ്ലിഫയർ സെക്ഷൻസ് എല്ലാം ഇതിനകത്ത് അവൈലബിൾ ആണ്. പക്ഷേ ഞാൻ ഇതിന്റെ സ്ട്രീമിംഗ് സെക്ഷൻ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഐ ഓൾറെഡി ഹാവ് അക്യുഫൈസ് പ്രീ ആംപ്ലിഫയർ. ഈ പ്രീ ആംപ്ലിഫയറിനകത്ത് തന്നെ DAC 60 എന്ന് പറഞ്ഞ മൊഡ്യൂൾ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സെപ്പറേറ്റ് ഒരു DAC ഡിവൈസ് ഇല്ല. ഇതിനകത്ത് തന്നെ ബാക്കിൽ സ്ലോട്ട് ഉണ്ട്, അതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും നമുക്ക് അഡീഷണൽ DAC മൊഡ്യൂൾ വേണമെങ്കിൽ. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രീ ആംപ് അക്യുഫൈസ് C2300. ഇതിനകത്ത് എല്ലാ DSP കൺട്രോൾസ് അവൈലബിൾ ആണ്. ഞാൻ DSP ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഞാൻ ഫ്ലാറ്റ് ആയിട്ട് കേൾക്കാനാണ് എനിക്ക് താല്പര്യം. അതുകൊണ്ട് ഞാൻ കൂടുതലും DSP ചെയ്യാറില്ല. പിന്നെ സ്ട്രീമറിന്റെ പ്രീ ആംപ് സെക്ഷൻ നമ്മൾ യൂസ് ചെയ്യാത്തതുകൊണ്ട് ഈ വോളിയം കൺട്രോൾ ഡിസേബിൾഡ് ആണ്. നമ്മൾ യൂസ് ചെയ്യുന്നത് അക്യുഫൈസിലെ വോളിയം കൺട്രോൾ ആണ്. അത് നമ്മൾ ഏത് പ്രീ ആംപ് സെക്ഷനാണ് യൂസ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് അത് സ്വിച്ച് ചെയ്യാൻ പറ്റും. അതിന്റെ കോൺഫിഗറേഷൻസ് ഈ ഡിവൈസിനകത്തുണ്ട്. അതിന്റെ സെറ്റിംഗ്സിനകത്ത് കയറി അത് ചേഞ്ച് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് കമ്പോണന്റ് ആണ് അക്യുഫൈസിന്റെ P4500 എന്ന് പറഞ്ഞ പവർ ആംപ്ലിഫയർ. ലേറ്റസ്റ്റ് റണ്ണിംഗ് മോഡലല്ല, ഇതിന്റെ തൊട്ട് മുന്നത്തെ മോഡലാണ്. ഇപ്പോൾ P4600 എന്ന് പറഞ്ഞ മോഡലാണ് ഇപ്പോഴത്തെ റണ്ണിംഗ് മോഡൽ. ഇത് ഏകദേശം ഒരു 90 വാട്ട്സ് ആണ് ഇതിന്റെ RMS ഇൻ 8 ohms. 4 ohmsൽ 160 വാട്ട്സ് വരെ പവർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഇതൊക്കെ ഹൈ കറന്റ് ആംപ്ലിഫയേഴ്സ് ആണ്. അതുകൊണ്ട് 90 വാട്ട്സ് RMS എന്ന് പറഞ്ഞാൽ പ്യുവർ 90 വാട്ട്സ് പ്രൊഡ്യൂസ് ചെയ്യും. ഇത് ക്ലാസ് AB ആംപ്ലിഫയർ ആണ്, ക്ലാസ് A അല്ല, ക്ലാസ് AB ആംപ്ലിഫയർ ആണ്. ഇനി നമ്മുടെ സ്പീക്കറാണ് ബോവേഴ്സ് ആൻഡ് വിൽക്കിൻസിന്റെ 804 D4 എന്ന് പറഞ്ഞ മോഡലാണിത്. ഇപ്പോൾ ലേറ്റസ്റ്റ് റണ്ണിംഗ് മോഡലാണ്. ഡയമണ്ട് സീരീസിൽ വരുന്ന ഫ്ലോർ സ്റ്റാൻഡിംഗ് ആണ് ഈ സ്പീക്കർ. ഈ സ്പീക്കറിന്റെ മെയിൻ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഈ ട്യൂട്ടറാണ്. ഒരു സെപ്പറേറ്റ് കമ്പോണന്റ് ആയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അത് ഈ ഡയമണ്ട് സീരീസിൽ വരുന്ന എല്ലാ സ്പീക്കറിലും ട്യൂട്ടർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇതുപോലെ തന്നെയാണ്. സെയിം ട്യൂട്ടർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഏകദേശം 200 വാട്ട്സ് വരെ ഡ്രൈവ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള സ്പീക്കറാണ്. അതുപോലെ സൂപ്പർ ട്യൂട്ടർ. ഇത് കിറ്റ് ഹിറ്റ് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ST20 എന്ന് പറഞ്ഞൊരു മോഡലാണ്. ഇതിന്റെ ഫ്രീക്വൻസി റേഞ്ച് ഏകദേശം 16 Hz to 100 kHz വരെയാണ്. അപ്പോൾ പലരും ചിന്തിക്കും നമുക്ക് കേൾക്കാൻ പറ്റുന്ന റേഞ്ചിനേക്കാളും മുകളിലല്ലേ എന്നൊക്കെ. ഇത് വർക്ക് ചെയ്യുന്ന എൻ്റെ ഒരു ഡിഫറൻറ്റ് രീതിയിലാണ്. അത് ഞാൻ സെപ്പറേറ്റ് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കമ്പോണൻസ് വരുന്നത്. ഓക്കെ, താങ്ക് യു.